ഈ സമയത്ത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 44-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 44-ാം വാക്യം. ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. നല്ലൊരു മഴയ്ക്ക് ശേഷം നമ്മൾ ഇരിക്കുന്ന സമയമാണ്. മഴ എപ്പോഴും പരിമിതമായ ചില അസൗകര്യങ്ങളൊക്കെ നൽകുമെങ്കിലും നമ്മളെല്ലാവരെയും ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ച് മഴയത്തേക്ക് ഒന്ന് ഇറങ്ങുവാൻ അവരെ അനുവദിച്ചാൽ, പണ്ട് കാലങ്ങളിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന ഒത്തിരി പരിമിതികൾക്കിടയിലും അവരെ ഒന്ന് അനുവദിച്ചാൽ അവരെത്രമാത്രം സന്തോഷഭരിതരായി കാണപ്പെടുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ അങ്ങനെയൊരു വാക്യമാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ പ്രതീക്ഷ. ജീവിതത്തിൻ്റെ ഏത് ഇരുട്ടിലും ഏത് വരൾച്ചകൾക്കിടയിലും നിരാശകൾക്കിടയിലും നമ്മളെ പ്രത്യാശാ നിർഭരമാക്കി തീർക്കുന്ന ഒരു വേദഭാഗമാണിത്. ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം നമുക്കറിയാം. എലിയാവിൻ്റെയും എലീശയുടെയും ഒക്കെ ജീവിതകഥ പറയുന്ന ഒരു ഭാഗം കൂടി അതിലുണ്ടല്ലോ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലാണ് നമ്മൾ ആദ്യമായി ഏലിയാവിനെ കാണുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, 1:17, എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. പ്രവാചകനാണ്. വായിൽ നിന്ന് വരുന്നത് പ്രവചന ശബ്ദമാണ്. അതിൽ രാജാവെന്നോ മന്ത്രിയെന്നോ അധികാരസ്ഥാനങ്ങളിലുള്ളവനെന്നോ ആയുധം ധരിച്ചിരിക്കുന്നവനെന്നോ എന്നുള്ള പേടിയൊന്നുമില്ല. യഹോവയാം ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ്റെ പേരാണ് പ്രവാചകൻ. യോഹന്നാൻ സ്നാപകൻ ഒരു പ്രവാചകനായിരുന്നു. ഏലിയാവ് വന്നു എന്നാണ് യോഹന്നാനെ കുറിച്ച് സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നത്. പ്രവചിച്ചത് ഹെരോദാവിനെതിരായിട്ടാണ്. പ്രതിഫലം തലതാലത്തിലായി എന്നുള്ളതാണ്. പക്ഷേ പ്രവചനത്തിന് കുറവില്ല. താലത്തിലിരുന്നും ആ തല പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഴുത്തിന് മുകളിലുള്ള യോഹന്നാൻ സ്നാപകൻ്റെ തലയേക്കാൾ താലത്തിലിരുന്ന യോഹന്നാൻ സ്നാപകൻ്റെ തലയെ രാജാവ് പേടിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തല എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, വായിലൂടെ എന്തു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സഭയിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ക്രിസ്തീയ സാക്ഷ്യങ്ങളിലുമൊക്കെ അന്യം നിന്നു പോകുന്നതും ഈ പ്രവചനപരമാണ്. ആദിമസഭയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു, പ്രവാചകികളും ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് പുരോഹിതന്മാർ മാത്രമായി തീർന്നു. പ്രവചനം എവിടെയോ നമുക്ക് അപ്രത്യക്ഷമായി പോയി. ആ പ്രവചനങ്ങളെ നാം വീണ്ടെടുക്കുമ്പോഴാണ്, പ്രവചന വീര്യത്തെ നാം വീണ്ടെടുക്കുമ്പോഴാണ്, പ്രവാചക വചനങ്ങളെ നാം പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ നിലാവെളിച്ചത്തിലേക്ക് നമുക്ക് നീങ്ങി നിൽക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് ഏലിയാവും എലീശയും പ്രവാചകന്മാരിൽ തലവനായ മോശയും ഒക്കെ നമുക്ക് വഴികാട്ടികളായിട്ട് തീരുന്നത്. ഇവിടെ പ്രവാചകൻ വരികയാണ്. ഒരു നാടകത്തിൻ്റെ വേദിയിലേക്ക് പ്രധാന കഥാപാത്രം കയറി വരുന്നത് പോലെ പഴയ നിയമ ഭൂമികയുടെ ഇസ്രായേലിൻ്റെയും ശമര്യയുടെയും പശ്ചാത്തലത്തിലേക്ക് പ്രവാചകൻ ഇങ്ങനെ കയറി വരുന്ന രംഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് വിവരിക്കുകയാണ്. വേദപുസ്തകത്തിലെ ഓരോ വരികളിലൂടെയും നാം കടന്നു പോകുമ്പോൾ ആ ചിത്രം നമ്മുടെ കൺമുമ്പിൽ തെളിയണം. ഇന്ന് പലപ്പോഴും നമുക്ക് വേദപുസ്തക വായനയിൽ എന്തെങ്കിലും ചിത്രം തെളിയുന്നുണ്ടോ? വൈകിട്ട് കഴിക്കേണ്ടുന്ന അത്താഴപാത്രത്തിൻ്റെ ചിത്രം മാത്രമായിട്ട് മാറുമ്പോൾ, പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. അത്താഴം വേണമെങ്കിൽ വേദപുസ്തകം വായിച്ചിരിക്കണമെന്നൊരു ആചാരം പണ്ട് നമ്മുടെ ഭവനങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങൾ സങ്കീർത്തന ഭാഗമാണ് വായിക്കുന്നത്. കാരണം അതാകുമ്പോൾ ചെറിയ അധ്യായങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും, പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് വീട്ടിലെ വേദപുസ്തകം എടുത്ത് നോക്കിയാൽ അതിൻ്റെ നടുഭാഗം മാത്രം ഇങ്ങനെ കറുത്തിരിക്കും.
ബാക്കി ഭാഗത്തെല്ലാം ഇലക്ട്രിസിറ്റി ബില്ലും റേഷൻ കാർഡിൻ്റെ കോപ്പിയെല്ലാം നമ്മൾ വെക്കുന്നതിനുള്ള സ്ഥലമാണ്. അമ്മമാർ പൈസ സൂക്ഷിക്കുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ ഒരു വായനാ പരിശീലനം നമുക്ക് അത്രയെങ്കിലും ഉണ്ടായിരുന്നു. അത്താഴത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ സങ്കീർത്തനം വായിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ വേദപുസ്തക വായനാ പരിശീലനത്തിൽ നമുക്കൊരു പരിചയം വേണം. വേദപുസ്തകത്തിലെ വരികളെ നാം സ്നേഹിക്കുകയും അത് പുതിയ നിയമമായാലും പഴയ നിയമമായാലും ആ വരികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ വരികളിൽ വിരിയുന്ന ചിത്രങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തെളിയുകയും ചെയ്യണം. വേദപുസ്തകത്തിലെ വരികളിലൂടെ ഒരു ഒച്ചിഴയുന്ന വേഗത്തിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കണം. എങ്ങനെ പോകണം? ഒരു ഉച്ചിഴയുന്ന വേഗത്തിൽ വേദപുസ്തകത്തിലെ വഴികളിലൂടെ പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ പൊരുൾ തിരിഞ്ഞു കിട്ടുന്നത്. അതിലെ ഓരോ വചനത്തിലും ഓരോ വാക്യത്തിലും ഒരു ഡൈനാമിറ്റ് അടക്കം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബോധത്തിൽ അർത്ഥമായിട്ട് പൊട്ടി വിരിയണം. അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. അതാണ് വചനത്തിൻ്റെ ശക്തി. ഇവിടെ നാം കാണുകയാണ് 17-ാം അധ്യായത്തിൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് പ്രവേശിക്കുകയാണ്. രാജസന്നിധിയിലേക്ക് കയറി വരികയാണ്. മഹാപ്രതാപിയായ രാജാവിനോട് പറയുകയാണ്, അഹാബ് രാജാവിനോട് പറയുകയാണ്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്. ഒരു ഭവനത്തിലെ പിതാവ് സംസാരിക്കേണ്ടത് ഒരു ഭാഷയാണ്. ഭവനത്തിലെ മാതാവ് സംസാരിക്കേണ്ടുന്ന ഒരു ഭാഷയാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ. സാക്ഷ്യമാണ്. ഇന്ന് നമുക്ക് ഭവനത്തിലെ ഒരു പിതാവിന് തൻ്റെ ഭാര്യയോടോ മാതാപിതാക്കളോടോ കുഞ്ഞുങ്ങളോടോ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ, ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ കർത്താവാണ് എന്നൊന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ വീട്ടിലെ പകുതി പ്രശ്നം തീർന്നു. പക്ഷെ അങ്ങനെ പറയാൻ ആക്കമുള്ളതും വേണം. ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ യഹോവയാണ്. എവിടെയാ ചെന്ന് പറയുന്നത്? ഭാര്യയുടെ മുമ്പിലല്ല, മക്കളുടെ മുമ്പിലല്ല, മഹാപ്രതാപിയായ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പറയുകയാണ്, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്. ഞാൻ പറഞ്ഞല്ലാതെ എന്ത് ബലത്തിലാണ് ഞാൻ പറഞ്ഞല്ലാതെ എന്ന് പറയുന്നത്? ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയിലുള്ള ആശ്രയത്തിൻ്റെ ബലത്തിൽ, അല്ലാതെ ഏലിയാവിൻ്റെ ബലത്തിലല്ല രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ. ശമരിയിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളിപ്പാടുണ്ടായി, നീ ഇവിടെ നിന്നും പുറപ്പെട്ട് കിഴക്കോട്ട് യോർദാൻ. പിന്നെ അരുളിപ്പാടുണ്ടായാലും ഇല്ലേലും ഓടുക എന്നുള്ളതേ ഉള്ളൂ. കാരണം പിന്നെ എന്താണ്, പ്രവചനം നടന്നു കഴിഞ്ഞു. നല്ല പ്രവചനമാണോ രാജാവിനോട് പറഞ്ഞത്? അത്ര സുഖകരമായ ഒരു പ്രസംഗമായിരുന്നോ? ചെവിക്ക് ഇമ്പവും സന്തോഷിപ്പിക്കുന്നതുമായ ഒരു പ്രവചനമായിരുന്നോ? അല്ല. യഹോവയ്ക്ക് തന്നെ അറിയാം ഇനി ഇവനിവിടെ നിൽക്കാൻ പറ്റത്തില്ല, നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളുക എന്ന് പറയുകയാണ്. അഹാബ് രാജാവും രാജ്ഞി ആരാണ്? ഇസബേൽ രാജ്ഞിയും ഏലിയാവിനെ നിലം തൊടാതെ വായിക്കുകയാണ്. പ്രവചനത്തിൻ്റെ അനന്തരഫലം അതാണ് കേട്ടോ. ആശ്രയിച്ച് നിൽക്കുന്ന ദൈവത്തിൽ പ്രത്യാശ വെച്ച് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ളത് സംഭവിക്കും. അതുവരെയുള്ള നമ്മുടെ സ്നേഹിതന്മാർ സ്നേഹിതരല്ലാതായി തീരും. അതുവരെയുള്ള നമ്മുടെ സന്തോഷങ്ങൾ ചിലപ്പോൾ ഇല്ലാതായി തീരും. അതുവരെ നമ്മുടെ മേശമേലുണ്ടായിരിക്കുന്ന വിഭവസമൃദ്ധമായ അപ്പം ചിലപ്പോൾ മേശയിൽ വരാതെയാവും. അങ്ങനെ ചില ശീലങ്ങളും കൂടിയുണ്ട് വചനങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ. അതുകൂടി ഈ തുടക്കക്കാർ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ നാം ഇവിടെ കാണുന്നു, അവൻ തൻ്റെ പ്രയാണം ആരംഭിച്ചു, കെരീത്ത് തോട്ടിനരികെ പാർത്തു, യോർദാന് കിഴക്ക് വേറൊരു ജീവിതം ആരംഭിക്കുകയാണ്. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. രാവിലത്തെയും വൈകുന്നേരത്തെയും മെനു ഒന്നാണ്. എന്താണ്? അപ്പം ഇറച്ചി. ഒരു കുഴപ്പമില്ല അല്ലേ? രാവിലെ അപ്പം ഇറച്ചിയും വൈകിട്ടും അപ്പം ഇറച്ചി. ആരാ കൊണ്ട കൊടുക്കുന്നത്? കാക്ക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളുകളെ വിളിക്കുന്ന പേരാണോ? അല്ല. മനുഷ്യനാണോ? ഇല്ല. നമ്മൾ ചില വിഭാഗക്കാരെ കാക്ക എന്ന് വിളിക്കും. ആ കാക്കയാണോ? ആ കാക്കയല്ല, പക്ഷിക്കാക്കയാണല്ലേ. കാക്ക കൊണ്ട് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ദേശത്ത് തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കും. ദേശത്ത് മഴ പെയ്യുകയാണെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. കാക്ക
അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കുന്നത് നിർത്തി. കെരീത്ത് തോട്ടിൽ വെള്ളം വറ്റി, കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കുന്നത് നിർത്തി. അല്ലേ? എല്ലാ ദിവസവും നമുക്ക് അപ്പവും ഇറച്ചിയും കൊണ്ട് തരുന്ന കാക്കന്മാർ ചിലപ്പോൾ അപ്പവും ഇറച്ചിയും നമുക്ക് തരുന്നത് നിർത്തും. അതുകൊണ്ട് ഈ കാക്കന്മാരുടെ അപ്പവും ഇറച്ചിയിലും, അല്ലേ, വിദേശ രാജ്യങ്ങളിലെ, ഗൾഫ് രാജ്യങ്ങളിലെ അപ്പവും ഇറച്ചിയിലും, ഇല്ലേ, അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലെ അപ്പവും ഇറച്ചിയിലും മാത്രം അഭിരമിച്ച് നമ്മളിങ്ങനെ ജീവിതം കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഈ കാക്ക നമുക്ക് അപ്പവും ഇറച്ചിയും തരുന്നതങ്ങ് നിർത്തിയാലോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കാക്ക നമ്മളോട് അങ്ങോട്ട് നിങ്ങൾ ഇനിയും വരണ്ടെന്ന് പറഞ്ഞാലോ? അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ സുഖ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും ഈ അപ്പവും ഇറച്ചിയും ചിലപ്പോൾ നിന്നു പോകാം എന്നൊരു സാധ്യത കൂടി അവിടെ നമുക്കുണ്ട്. കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോയി. അപ്പോൾ യഹോവ വീണ്ടും ഏലിയാവിന് ഒരു അരുളപ്പാട് കൊടുക്കുകയാണ്. നീ സരാഫാത്തിലേക്ക് ചെന്ന് അവിടെ നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അല്ലേ? ആദ്യം കാക്കയോട് കൽപ്പിച്ചു, കെരീത്ത് തോടിനോട് കൽപ്പിച്ചു, പിന്നെ വിധവയോട് കൽപ്പിക്കുകയാണ്. ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം അവനെ നടത്തുന്ന വഴികൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം വളരെ വിശദമായി നമ്മളോട് സംസാരിക്കുകയാണ്. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മെ നടത്തുന്ന വഴികൾ വിധമാണ്. ചിലപ്പോൾ തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകും. രാവിലെ അപ്പം ഇറച്ചിയായിരിക്കും, വൈകിട്ടും അപ്പം ഇറച്ചിയായിരിക്കും. പക്ഷെ ചിലപ്പോൾ തോട് വറ്റിപ്പോകാം. ചിലപ്പോൾ രാവിലെയും അപ്പം ഇറച്ചിയും വൈകിട്ടത് കാണണമെന്നില്ല. പക്ഷേ യഹോവയുടെ അരുളപ്പാടുകളെ ശ്രദ്ധിക്കുക. എന്താണ് അരുളപ്പാട് വരുന്നത്? ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് ഒരു വിധവയെ ആക്കി വെച്ചിരിക്കുന്നു. വലിയ പ്രഭുവിനെയല്ല, മഹാരാജാക്കന്മാരെയല്ല, ഒരു വിധവയെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. പ്രവാചകനെ ദൈവം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ പ്രവാചകൻ ഇങ്ങനെ പോയി ആഹാബിൽ രാജാവിനോട് പ്രവചിച്ചത്? വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്ത് കാര്യത്തിനാണ്? എന്തുകൊണ്ട് ആഹാബിനോട് പ്രവാചകൻ ഇത്ര എതിർപ്പുണ്ടായി? യഹോവയാം ദൈവത്തിന് അനിഷ്ടമുണ്ടായി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആഹാബ് രാജാവിനോടും ഇസബേൽ രാജ്ഞിയോടും യഹോവയാം ദൈവത്തിന്, സത്യദൈവത്തിന് അനിഷ്ടമുണ്ടാകാൻ കാരണം ആഹാബിൻ്റെയും ഇസബേൽ രാജ്ഞിയുടെയും വിഗ്രഹാരാധനയാണ്. അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചു. ഏത് വിഗ്രഹം? പ്രധാനമായിട്ടും ഒരു വിഗ്രഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏതാണത്? ബാൽ ദേവന്റെ വിഗ്രഹം. അതിനെ അവർ ആരാധിക്കുകയാണ്. അല്ലേ? നമ്മളാരാണ്? നമ്മൾ ക്രിസ്ത്യാനികളാണ്. നമ്മൾ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങളുണ്ടോ? വിഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് സത്യദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമാണ്. എന്താണ് വിഗ്രഹം? വിഗ്രഹം എന്ന് പറയുന്നത് നാം ഈ കല്ലിലോ ഇരുമ്പിലോ തടിയിലോ കൊത്തിയിരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല. അതിൻ്റെ മാത്രം പേരല്ല വിഗ്രഹം. യഹോവയാം ദൈവത്തെക്കാൾ വലുതായി, എൻ്റെ ദൈവത്തെക്കാൾ വലുതായി, എൻ്റെ കർത്താവിനേക്കാൾ വലുതായി ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണോ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിൻ്റെ പേരാണ് വിഗ്രഹം. ദൈവത്തെക്കാൾ ഉപരിയായി പണം എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ പണം ഒരു വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ ഉപരിയായി ഭക്ഷണ പദാർത്ഥങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ അതൊരു വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ വലുതായി എൻ്റെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ അതൊരു വിഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ആകെയുള്ള പേരാണ് ഈ വിഗ്രഹം. ആഹാബ് രാജാവ് ഈ വിഗ്രഹത്തെ, ബാൽദേവന്റെ, ഊർവരതയുടെ ദൈവമായ ബാലിൻ്റെ വിഗ്രഹത്തെ ആ രാജ്യത്തെ ഏറ്റവും പ്രധാന പ്രതിഷ്ഠയാക്കി. അതിനെതിരെയാണ് എലിയാവ് പ്രവചിച്ചു കൊണ്ടുവരുന്നത്. സുവിശേഷത്തിൻ്റെ അനുയായികളായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എത്രയോ വിഗ്രഹങ്ങളെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണോ എൻ്റെ ഹൃദയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തിരിക്കുന്നത്? അവൻ്റെ സുവിശേഷമുണ്ടോ? അവനില്ലെങ്കിൽ, അവൻ്റെ സുവിശേഷമില്ലെങ്കിൽ, അവൻ്റെ ആരാധനയില്ലെങ്കിൽ എൻ്റെ ജീവിതമാകുന്ന ശമരിയ പട്ടണത്തിൽ മഞ്ഞില്ല, മഴയില്ല. എന്തുകൊണ്ടെൻ്റെ ജീവിതത്തിൽ മഞ്ഞില്ല? എന്തുകൊണ്ടെൻ്റെ ജീവിതത്തിൽ മഴയില്ല? എന്തുകൊണ്ടെൻ്റെ ജീവിതത്തിൽ പ്രത്യാശയില്ല? എന്തുകൊണ്ടെൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ നേർമയില്ല?
ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ അനേക വിഗ്രഹങ്ങൾ അവയുടെ സ്ഥാനത്തെല്ലാം കയറി ഇടം പിടിച്ചിരിക്കുകയാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. ആഹാബിന് പറ്റിയിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഏലിയാവ് പറയുകയാണ്. പിന്നീട് 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബാൽദേവൻ്റെ എല്ലാ പുരോഹിതന്മാരെയും ഏലിയാവ് വെല്ലുവിളിക്കുന്നു, അല്ലേ? അവരെല്ലാവരും യാഗം നടത്താനായിട്ട് വരുന്നു. അവർക്കാർക്കും തീ ഇറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏലിയാവ് അഗ്നി ഇറക്കി ഏലിയാവിൻ്റെ യാഗം യഹോവയാം ദൈവം ദഹിപ്പിക്കുന്നു. പിന്നീട് ഏലിയാവ് എന്താണ് 18-ാം അധ്യായത്തിൽ ചെയ്യുന്നത്? ബാലിൻ്റെ എല്ലാ പുരോഹിതന്മാരെയും വാൾ കൊണ്ട് വെട്ടി അവരുടെ ചോര കൊണ്ട് ശമരിയ പട്ടണത്തെ കഴുകി ശുദ്ധീകരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ആത്മീയ ജീവിതത്തിൽ നാം പഠിക്കേണ്ടുന്ന വലിയൊരു പാഠമാണ്. എന്താണോ എൻ്റെ ജീവിതത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന്, എൻ്റെ കർത്താവിൻ്റെ സുവിശേഷത്തോടുള്ള താല്പര്യത്തിൽ നിന്ന് അമർത്തി വച്ചിരിക്കുന്നത്, അതിനെ വെട്ടിമാറ്റേണ്ടുന്ന ഒരു വലിയ നടപടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കാട്ടിലൂടെ നമ്മൾ നടന്നു പോകുന്നു, നമ്മുടെ കാലിലൊരു അട്ട കടിച്ചിട്ടില്ലേ? കാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അട്ട കടിക്കില്ലേ? കടിച്ചിട്ടുണ്ടോ? കാട്ടിലൊക്കെ യാത്ര ചെയ്യും പറയാം, ഇതിങ്ങനെ ചെറുതായിട്ട് വന്നിരിക്കും, നമ്മൾ അറിയത്തില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ കടിച്ച് വീർത്തൊരു ബോൾ പോലെയാകും. നമ്മൾ പേടിച്ചു പോകും. നമ്മുടെ ചോര കൊണ്ടാണ്. ഇതിനെ പറിച്ചു കളയണമെങ്കിൽ പിന്നെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒന്നിൽ നമ്മൾ അല്പം ഉപ്പ് വിതറണം, അല്ലെങ്കിൽ പിന്നെ നമ്മളതിനെ വലിച്ചു പറിച്ചെടുക്കണം. വലിച്ചു പറിച്ചെടുത്താൽ കടിച്ചിരിക്കുന്ന അത്രയും ഭാഗത്തെ മാംസവും കൊണ്ടാണ് അട്ട പറഞ്ഞു പോരുന്നത്. 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നിൽ ഉപ്പ് വിതറുക, അല്ലെങ്കിൽ വലിച്ചു പറിച്ചെടുക്കുക. എന്തായാലും നമ്മൾ അല്പം ചോര പൊടിയുന്ന ഒരു തീരുമാനം തന്നെ എടുക്കേണ്ടതായിട്ട് വരും. ആത്മീയ ജീവിതത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില അട്ടയൊക്കെ നമ്മളെ കയറി അങ്ങ് പിടിക്കും. നമ്മളറിയത്തില്ല. നമ്മൾ ഓർക്കൂ, ഏതാ വല്ല ഉറുമ്പോ ചെറിയ കാര്യമോ വല്ലായിരിക്കും, അവിടെ ഇരിക്കട്ടെ, അല്ലേ? ഇപ്പം ഇതൊന്നും തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്ര വലിയ കാര്യമോ വല്ലതാണോ? അല്ലെങ്കിൽ 7 മണിയുടെ പ്രാർത്ഥന ഇപ്പോൾ 9 മണിക്കാക്കുന്ന ഇത്ര വലിയ കാര്യം വല്ലതാണോ? അത് ഇന്നലെ വിരുന്നുകാർ വന്നിട്ടല്ലേ, ഇന്ന് കറണ്ട് പോയിട്ടല്ലേ, ഇതിങ്ങനെ കയറിയിരിക്കും, അവിടെ ഇരിക്കും. പിന്നെ പയ്യെ ഇത് നമ്മളെ ഊറ്റിക്കുടിക്കും. നമ്മുടെ ചോര ഊറ്റിക്കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ സത്തയെ നമ്മെ തന്നെ ഊറ്റിക്കുടിക്കുക എന്നാണ്. നമ്മളെ കുടിച്ചതാണ് ഈ വീർത്തിരിക്കുന്നത്. വിശുദ്ധ കുമ്പസാരം, ഇതുപോലെയുള്ള വചനം കേൾവികൾ, വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന നമ്മെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഏത് തിന്മകളെയും പറിച്ചെറിയുവാനായിട്ട് നമ്മളെ ശക്തിയുള്ളവരാക്കി തീർക്കും. പക്ഷെ ചോര പൊടിയുന്ന ഒരു തീരുമാനത്തിനുള്ള ധൈര്യം കാണിക്കണം. ഏലിയാവ് അത് ചെയ്തു. ബാൽദേവന്റെ പുരോഹിതന്മാരെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് അവരുടെ ചോര കൊണ്ട് ശമരിയ പട്ടണത്തെ ശുദ്ധീകരിച്ചു. പിന്നീടാണ് ശമരിയ പട്ടണത്തിൽ മഴയ്ക്ക് വേണ്ടി 18-ാം അധ്യായത്തിൻ്റെ അവസാനം ഏലിയാവ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. നാമും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിച്ചതിന് ശേഷം വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കാൻ. ഇന്ന് കുറവൊരു വഴിക്ക് പോകുന്നു, പ്രാർത്ഥനയും ആ വഴിക്ക് തന്നെ പോവുകയാണ്. അതൊക്കെ നിന്നുകൊണ്ട് തന്നെ ഇതിനെ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഒരു അമ്പലത്തിൽ കഥകളി നടക്കുകയാണ്. അവർക്ക് അപ്രാവശ്യം ഇച്ചിരി ഫണ്ട് കുറവായിരുന്നു. അപ്പോൾ കഥകളിക്കാർ വന്നു, കളിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉത്സവ കമ്മിറ്റിക്കാർ ചെന്ന് ഈ കഥകളിക്കാരനോട് ചോദിച്ചു, എന്താണ് ഇന്ന് കളിക്കുന്നത്, ഇന്ന് വൈകിട്ടത്തെ കഥകളി എന്താണെന്ന് ചോദിച്ചു. അപ്പം കഥകളിക്കാരൻ പറഞ്ഞു, കീചകവധമാണ് കളിക്കുന്നത്. എന്താണ് കീചകവധം? അപ്പം കമ്മിറ്റിക്കാർ പറയുകയാണ്, ഫണ്ട് കുറവാണ്, കീചകനെ വധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പേടിപ്പിച്ച് വിട്ടാലും മതി. ക്രിസ്ത്യാനിയും ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളും സേവകളും അല്ലേ, ബാധകളും ഒക്കെ ഇതിൻ്റെ ഒരു വശത്തോടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുകൂടി അതിൻ്റെ കൂട്ടത്തിലങ്ങ് കയറിപ്പോട്ടെ. അവിടെ ഒത്തുതീർപ്പുകളില്ല. ജീവിതത്തെ ശുദ്ധീകരിക്കണമോ, ജീവിതത്തിൽ മഞ്ഞില്ലാതായിരിക്കുന്നത് പരിഹരിക്കണമോ, മഴയില്ലാതായിരിക്കുന്നത് പരിഹരിക്കണമോ, വരൾച്ച പരിഹരിക്കണമോ, മുറുകെ പറ്റുന്ന ചിലതിനെ പറിച്ചു കളയേണ്ടതായിട്ടുണ്ട്. ഏലിയാവിൻ്റെ ശമരിയയിലെ പ്രവർത്തനം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പഴയ നിയമത്തിന് നമുക്ക് പകർന്നു നൽകുന്ന ഒത്തിരി ആത്മീയ പാഠങ്ങളുണ്ട്. അതേതെങ്കിലും കാലത്ത് സംഭവിച്ച ഏതോ കഥകളല്ല, ഒരിക്കലും വായിക്കാതെ മാറ്റി വെക്കപ്പെടേണ്ടുന്ന പുസ്തകമല്ല. ചില പാഠങ്ങൾ നാം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ശമരിയ പട്ടണത്തെ ശുദ്ധീകരിച്ചു. ബാൽദേവന്റെ പുരോഹിതന്മാരുടെ ചോര കൊണ്ടതിനെ കഴുകി
പിന്നീട് താൻ തന്നെ വിലക്കിയ യഹോവയാം ദൈവത്തിൽ ആശ്രയിച്ച് താൻ തന്നെ വിലക്കിയ മഴയ്ക്ക് വേണ്ടി കർമ്മേൽ മലയിൽ പോയി മുട്ടിന്മേൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം വരണമെങ്കിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അനുഗ്രഹം വരണമെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിൽ അനുഗ്രഹം വരണമെങ്കിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടുന്ന കുറവുകൾ ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരണമില്ലാതെ കൃപ നിറയുകയില്ല. അതവിടെ സംഭവിക്കുകയാണ്. ഈ വലിയ കർമ്മം അവിടെ നിർവഹിക്കുകയാണ്. ഒരിക്കലൊരു അമ്മയും മകനും ഒരുമിച്ച് താമസിച്ചിരുന്നു. അമ്മയ്ക്ക് മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. എല്ലാ ദിവസവും അമ്മ ഇറങ്ങിയത് പരിപാലിക്കും. ഒരിക്കലും അമ്മ അസുഖമായി കിടന്നപ്പോൾ തൻ്റെ മകനോട് പറഞ്ഞു, നീയാണ് ഇനി ഈ പൂന്തോട്ടമൊക്കെ എല്ലാം പരിപാലിക്കേണ്ടതായിട്ടുള്ളത്. അവന് വളരെ സന്തോഷമായി. അമ്മയുടെ പൂന്തോട്ടം അവൻ എല്ലാ ദിവസവും പരിപാലിക്കും. അമ്മ രോഗക്കിടക്കയുടെ ജനലിലൂടെ നോക്കുമ്പോൾ എല്ലാ ദിവസവും തൻ്റെ കുഞ്ഞ് പൂന്തോട്ടത്തിലുണ്ട്. അമ്മയ്ക്കും വളരെ സന്തോഷമായി. രോഗമൊക്കെ മാറി അമ്മ ഒരു ദിവസം പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ടത് ചെടിയെല്ലാം വാടിക്കിടക്കുന്നു, പൂക്കളെല്ലാം കൊഴിഞ്ഞു കിടക്കുന്നു. അമ്മയ്ക്ക് അത്ഭുതമായി. എല്ലാ ദിവസവും എൻ്റെ കുഞ്ഞ് പൂന്തോട്ടത്തിലുണ്ടായിരുന്നു, പിന്നെ എൻ്റെ തോട്ടത്തിന് എന്താണ് സംഭവിച്ചത്? കുഞ്ഞിനോട് ചോദിച്ചു, എന്ത് പറ്റി മോനെ, നീ എല്ലാ നേരവും ഈ പൂന്തോട്ടത്തിലുണ്ടായിരുന്നല്ലോ. ശരിയാണമ്മേ, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു പാത്രം നിറയെ വെള്ളമെടുത്തൊരു തുണിയുമായിട്ട് ഈ പൂന്തോട്ടത്തിലേക്ക് വരും. ഇതിൻ്റെ തണ്ട് മുഴുവൻ ഞാൻ തുടച്ച് വൃത്തിയാക്കും, ഇതിൻ്റെ ഇലകളെല്ലാം കഴുകി വൃത്തിയാക്കും. പൂക്കളിലെങ്കും ഒരു ചിലന്തി പോലും വന്നിരിക്കാനോ വല കെട്ടാനോ ഞാൻ സമ്മതിക്കുകയില്ല. അത്ര സൂക്ഷ്മമായി ഞാൻ എൻ്റെ അമ്മയുടെ പൂന്തോട്ടത്തെ പരിപാലിച്ചിരുന്നു. പക്ഷേ അമ്മ ഓരോ ദിവസം ചെല്ലും തോറും ചെടി വാടിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം ചെല്ലും തോറും ചെടി വാടിക്കൊണ്ടിരുന്നു. അപ്പോൾ അമ്മയെ കുഞ്ഞിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ്, മോനെ, പൊന്നെ, വെള്ളം ആവശ്യമുള്ളത് ഇലകൾക്കും പൂക്കൾക്കുമല്ല. വെള്ളം ആവശ്യമുള്ളത് ഇലകൾക്കും പൂക്കൾക്കുമല്ല. വെള്ളം ആവശ്യമുള്ളത് വേരുകൾക്കാണ്. വെള്ളം ആവശ്യമുള്ളത് വേരുകൾക്കാണ്. ഇന്ന് അനേകം പൂക്കളും ഇലകളും ഇലച്ചിലുകളും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. പുരാതനമായ ദേവാലയത്തിലെ അംഗത്വം, പ്രാർത്ഥനായോഗങ്ങളിലെ പങ്കാളിത്തം, തീർത്ഥാടന കേന്ദ്രങ്ങളിലെ സന്ദർശനം, നോമ്പുകൾ, ഉപവാസങ്ങൾ എല്ലാം ഉണ്ട്. ഇലയും പൂക്കളും എല്ലാം ഉണ്ട്. വേരെവിടെ? സുവിശേഷമാകുന്ന മണ്ണിൽ വേര് പിടിച്ച് വളരുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ആരാധനയും നമ്മുടെ നോമ്പുപവാസങ്ങളും പുരാതന ദേവാലയത്തിലെ അംഗത്വവുമെല്ലാം ആവിയായി പോകും. ഇതൊക്കെ ബോണസാണ്. വേര് വേണം. ഇതൊക്കെ നല്ലതാണ്. വേര് വേണം. എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കണം. ശമരിയ ശുദ്ധീകരിക്കപ്പെട്ടു. അവർ വേരിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്നിട്ടാണ് പ്രാർത്ഥിക്കാനിരിക്കുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കാനിരിക്കുന്നത് നാം കാണുന്നു. എലിയാവ് ആഹാബിനോട് നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക. 41-ാം അധ്യായം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 41-ാം വാക്യം. ആഹാബ് ഇതെല്ലാം കണ്ട് വരട്ട് നിൽക്കുകയാണ്. ബാലിൻ്റെ പുരോഹിതന്മാരെ ശരിപ്പെടുത്തുന്നതും ശുദ്ധീകരണത്തിൻ്റെ ആഹ്വാനവും കർമ്മങ്ങളും എല്ലാം കണ്ട് രാജാവ് മാറി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ആഹാബിനോട് ഏലിയാവ് പറയുകയാണ്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക വലിയ മഴയുടെ മഴക്കോട്. നിനക്കെന്നാ പ്രശ്നം? ഞാൻ നിർത്തിക്കളഞ്ഞ മഴ നിനക്ക് നിൻ്റെ നാട്ടിൽ കിട്ടണം. അത് കിട്ടിയാലേ കൃഷിയുള്ളൂ. അന്ന് വലിയ വ്യവസായങ്ങളൊന്നുമില്ലല്ലോ. ഈ കൃഷി കൊണ്ടാണ് അഭിവൃദ്ധി. ആയിരക്കണക്കിന് ടൺ ഗോതമ്പും ധാന്യങ്ങളും എല്ലാം ഇങ്ങനെ സംഭരിച്ച് വെക്കുന്ന ആളിൻ്റെ പേരാണ് രാജാവ്. അല്ലെങ്കിൽ ക്ഷാമം വരുമ്പോൾ ജനം എല്ലാം കൂടെ വന്ന് രാജാവിനെ തല്ലിക്കൊന്നിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് കാർഷിക വിളകളും സമൃദ്ധിയുമാണ് രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് നിനക്കെന്താ വേണ്ടത്? മഞ്ഞാണ്, മഴയാണ്. ശമര്യ ശുദ്ധീകരിക്കപ്പെടട്ടെ. ശുദ്ധീകരിച്ചതിന് ശേഷം ആഹാബിനോട് പറയുകയാണ്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക വലിയ മഴയുടെ മുഴക്കമുണ്ട്. അല്ലേ, മഴയില്ലാത്ത കാലത്തൊരു മഴ പെയ്യുമ്പോൾ നമുക്ക് എത്ര വലിയ ആനന്ദമാണ് അല്ലേ. കൊടും വേനൽ, ഇപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് 5-6 മാസമായിട്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് ഇതത്ര വലിയ കാര്യമൊന്നുമില്ല. ഒരു വലിയ വേനലിന് ശേഷം അല്ലെങ്കിൽ 2 ദിവസം ഒന്ന് വെയിൽ തെളിഞ്ഞതിന് ശേഷം ഒരു മഴയുടെ മുഴക്കം കേട്ടാൽ എത്ര വലിയ ആനന്ദമാണ്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ചെറുപ്പകാലത്ത്
നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി എന്ന് പറയുമ്പോൾ വിശുദ്ധനായൊരു പിതാവായിരുന്നു. അദ്ദേഹം ശമ്മാശനായിരിക്കുന്ന സമയത്ത് ആ പ്രദേശത്തെല്ലാം വലിയ വരൾച്ചയുണ്ടായി. അനേക നാളുകൾ, അനേക മാസങ്ങൾ മഴയില്ലാതിരിക്കുക. കൊച്ചു ശമ്മാശനാണ് അദ്ദേഹം ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വന്ന് പ്രസംഗങ്ങളൊക്കെ നടത്തും, പ്രാർത്ഥനയൊക്കെ നടത്തും. പള്ളിമേടയിലാണ് ശമ്മാശൻ താമസിക്കുന്നത്, സന്യാസിയാണ്. അപ്പോൾ അവിടെ കൂടി വന്നിരിക്കുന്ന ആളുകളോടെല്ലാം പറഞ്ഞു, നമുക്ക് ഒരു ഉപവാസ പ്രാർത്ഥന നടത്താം. 3 ദിവസത്തെ ഒരു ഉപവാസം അല്ലേ. ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച നമുക്ക് ഉച്ച കഴിയുന്നതോടുകൂടി നമുക്ക് ഉപവാസം അവസാനിപ്പിക്കാം. ഏത് പ്രതിസന്ധിക്കും പരിശുദ്ധനായ പാമ്പാടി തിരുമേനി പ്രഖ്യാപിച്ചിരുന്ന ഒരു മരുന്നായിരുന്നു ഉപവസിക്കുക. ഇപ്പോഴത്തെ വലിയ വൈദ്യന്മാരുടെ അടുത്ത് ചെന്നാലും ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാലും ഏത് പ്രശ്നമുണ്ടെങ്കിലും പറയുന്ന ഒരു സൊല്യൂഷൻ കൂടിയാണ് ഈ ഉപവാസം. നമ്മുടെ ഷുഗർ കൊണ്ട് പലപ്പോഴും പലരും ഈ ഉപവാസത്തെ മാറ്റി വെക്കുന്നുണ്ട്. ഷുഗർ ഉള്ളപ്പോൾ നമുക്ക് ഉപവസിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അന്നത്തെ ഒരു മാർഗമായിരുന്നു ഈ ഉപവാസം. അന്ന് കൂടിയ സാധാരണക്കാരായ കൃഷിക്കാരോടെല്ലാം ഈ ശമ്മാശൻ പറഞ്ഞു, നമുക്ക് ഉപവസിക്കാം. അപ്പോൾ പള്ളിയിലെ വലിയ ആളുകളും കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി പരിഹസിച്ചു, മഴ പെയ്യാതിരിക്കുന്നതിന് അതുകൊണ്ട് ഉപവസിക്കാനായിട്ട് പോകുന്നു അല്ലേ. അവരെല്ലാവരും 2-3 ദിവസത്തോട് ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഉച്ച കഴിഞ്ഞ് ഉപവസിച്ചവർക്ക് എല്ലാവർക്കും ഒരു കഞ്ഞി വീഴ്ത്തലുണ്ടായിരുന്നു അല്ലേ. കഞ്ഞി വീഴ്ത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ധ്യാനം കഴിയുമ്പോഴും നമുക്ക് കഞ്ഞി വീഴ്ത്തുന്നുണ്ടല്ലേ. കഞ്ഞി വീഴ്ത്തലൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണത് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള കുറേ ആളുകൾ അതെല്ലാം അവിടെ റെഡിയാക്കുന്നുണ്ട്. കുറേ കമ്മിറ്റിക്കാരൊക്കെ മാറി നിന്ന് ഈ ഉപവാസം, ഈ ശമ്മാശന് വേറെ പരിപാടിയൊന്നുമില്ല, മഴ പെയ്യാനായിട്ട് ഉപവസിക്കാമെന്ന് പറഞ്ഞ് ആളുകളെ വിളിച്ചുകൊണ്ട് വരുന്നു എന്നെല്ലാം പറഞ്ഞ് ഉച്ച നമസ്കാരം കഴിഞ്ഞപ്പോൾ, 3-ാം ദിവസത്തെ ഉച്ച നമസ്കാരം കഴിഞ്ഞപ്പോൾ ഭയങ്കര പൊരി വെയിലാണ്, കൊടും വെയിലാണ്. ആ കൊടും വെയിലിനിടയിലൂടെ ഒരു വലിയ പ്രകാശവും ഒരു മഴയുടെ മുഴക്കവും ഇടിമുഴക്കവും കേൾക്കുകയുണ്ടായി. അപ്പോഴേക്കും ഈ നമസ്കാരമൊക്കെ കഴിഞ്ഞ ആളുകളെല്ലാം കഞ്ഞി കുടിക്കാനായിട്ട് തുടരുന്നു. വലിയ ചെമ്പുകളിൽ ഇങ്ങനെ കഞ്ഞിയെല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ്. മഴ എങ്ങോട്ട് പെയ്ത് ഈ കുന്നുംപുറത്തു നിന്ന് ഈ വെള്ളമെല്ലാം ഇറങ്ങി വന്നൊരു കണ്ടത്തിലായിരുന്നു. ആ കണ്ടത്തിലെ വെച്ചിരുന്ന ചെമ്പുകളൊക്കെ പയ്യെ ഒഴുകാനായിട്ട് തുടങ്ങി. കഞ്ഞി നിറച്ച് വെച്ചിരിക്കുന്ന ചെമ്പുകളൊക്കെ ഒഴുകത്തക്ക രീതിയിൽ വലിയ മഴയുണ്ടായി. അവിടെ കൂടിയിരുന്ന ആളുകൾ കുറ്റം പറഞ്ഞവരും എല്ലാം അന്തിച്ചു പോയി. പ്രാർത്ഥനയുടെ ശക്തി. എല്ലാവരും എന്നിട്ട് ഈ ശമ്മാശനെ അന്വേഷിക്കുകയാണ്. ശമ്മാശനെ എവിടെയെങ്കിലും ആരും കാണുന്നില്ല. നമ്മൾ ഇപ്പോഴത്തെ കാലത്തായിരുന്നെങ്കിൽ ശമ്മാശൻ ഫ്ലെക്സിലോ ഫേസ്ബുക്കിലോ ഒക്കെ കണ്ടേനെ അല്ലേ. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് ശമ്മാശന്മാരെല്ലാം ഫ്ലെക്സിലും ഫേസ്ബുക്കിലും ഒക്കെയാണ് അല്ലേ. പട്ടം കൂടെ വരുമ്പോഴും കല്യാണം കഴിയുമ്പോഴും ഇല്ലേ, എല്ലാം നമുക്കിന്ന് ലൈവാണ്. പക്ഷേ ഈ ശമ്മാശനെ ആരും കാണുന്നില്ല, എല്ലാവരും അന്വേഷിക്കുകയാണ്. അപ്പോൾ ആരോ ചെന്ന് ഈ മറ മാറ്റി നോക്കി പള്ളിയുടെ, ഇനി ഇതിനകത്തെങ്ങാനും ഇരിപ്പുണ്ടോ നോക്കിയപ്പോൾ വിശുദ്ധ മദ്ബഹായിൽ മുട്ടിരുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധനായ പാമ്പാടി തിരുമേനി കുറിയാക്കോസ് ശമ്മാശൻ. ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്കായിട്ട് നാം പ്രതീക്ഷിക്കേണ്ടി വരുമ്പോൾ അതിന് വലിയ വില നമ്മൾ കൊടുക്കണം. ഇന്ന് നമ്മളെന്താണ് ചെയ്യുന്നത്? ചെറിയ വിലയിട്ടിട്ട് വലിയ അനുഗ്രഹങ്ങൾക്കുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ്. ഒന്നിനും നമുക്ക് മനസ്സില്ല. ഒരു മാറ്റത്തിനോ ഒരു ശുദ്ധീകരണത്തിനോ ഒരു തീരുമാനത്തിനോ പോലും ത്രാണിയില്ലാതെ വലിയ അനുഗ്രഹങ്ങൾക്കുള്ള അവകാശവാദത്തിലാണ് നാം. അതിനെയാണ് പ്രവാചകനായ ഏലിയാവിൻ്റെ ജീവിതം തിരുത്തി കുറിക്കുന്നത്. ജീവിതത്തിലെ കുറവുകളെ പരിഹരിച്ചതിന് ശേഷം, പട്ടണത്തിലെ പുഴുക്കുത്തുകളെ ഇല്ലാതാക്കിയതിന് ശേഷം ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. രാജാവിനോട് പറയുന്നു, ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? 18-ാം അധ്യായം 41-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നു, ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കാനിരിക്കേണ്ടുന്ന വിധമാണത്. പ്രാർത്ഥനയുടെ പർവ്വതമാണ് കർമ്മേൽ മല. കർമ്മേൽ മലമേൽ ഏലിയ എന്ന് നമ്മൾ ഹൂത്തോമയിൽ പാടുന്നില്ലേ? ഏലിയാവിൻ്റെ പ്രാർത്ഥന പർവ്വതത്തിൻ്റെ പേരാണ് കർമ്മേൽ. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കൊരു പ്രാർത്ഥനാ പർവ്വതമുണ്ടായിരിക്കണം. നാമും നമ്മുടെ കർത്താവും മാത്രമായിരിക്കുന്ന ഒരു ഇടം വേണം. അതൊരു പക്ഷേ നമ്മുടെ അടുക്കളയിലെ പാചകത്തിൻ്റെ ഇടയിലാകാം, നാം നമ്മുടെ വാഹനം ഓടിക്കുമ്പോഴാകാം, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പഴി പറഞ്ഞ് ഇരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന അസഹ്യതകൾക്കിടയിലാവാം, എവിടെയും ആവാം. ജീവിതത്തിൻ്റെ നിരാശാഭരിതമായ മുഖങ്ങളിലാകാം.
തീപ്പാതകളിലാകാം, തള്ളയുടെ കൂട്ടിൽ നിന്ന് താഴേക്ക് വീണുപോയി ഒരു കുഞ്ഞു കിളിയെ പോലെ പിടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താകാം. അത് സുഖമുള്ള സ്ഥലത്തായിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഒരു പ്രാർത്ഥനാ പർവ്വതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഏലിയാവിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനാ പർവ്വതത്തിൻ്റെ പേരാണ് കർമ്മേൽ. ഏലിയാവ് എങ്ങനെ അവിടെ ഇരുന്നു? മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചിരുന്നു. ഒരു ഭവനത്തിൽ പിതാവിരിക്കേണ്ടുന്ന ഒരു നിലയാണത്. ഒരു ഭവനത്തിൽ മാതാവിരിക്കേണ്ടുന്ന ഒരു നിലയാണത്. നിങ്ങൾ പ്രാർത്ഥിക്കും ഇല്ല, സമയാസമയങ്ങളിൽ കൗമായും പ്രാർത്ഥനകളും ഒക്കെ കൃത്യമായിട്ട് നടക്കും. പക്ഷേ കുടുംബത്തിന് വേണ്ടി മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് ഒരല്പസമയം ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ തൻ്റെ അപ്പൻ അങ്ങനെ കുടുംബത്തിൽ ഇരിക്കുന്നത് കാണുന്നുണ്ടോ? അമ്മ എങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ടോ? അങ്ങനെ ഒരു അപ്പൻ ഇരിക്കുന്നത് കാണുന്ന കുഞ്ഞ് ആ കുടുംബത്തിന് അഹിതകമായത് ഒന്നും അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തില്ല. അങ്ങനെ ഒരു അമ്മ ഇരിക്കുന്നത് കാണുന്ന കുഞ്ഞ് ആ കുടുംബത്തിന് അഹിതമായത് ഒന്നും അവൻ്റെ ജീവിതത്തിലും അവളുടെ ജീവിതത്തിലും പ്രവർത്തിക്കത്തില്ല. ഇന്ന് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മാതാപിതാക്കൾക്കും അഹിതകരമായത് കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ആത്മീയ ജീവിതവും പ്രാർത്ഥനാ നിലയും ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരിക്കലും കാണുന്നില്ല. ഒരമ്മയ്ക്ക് വലിയ ഉത്തരവാദിത്വങ്ങളാണ് നിർവഹിക്കാനുള്ളത്. ദേവാലയം നിറയെ അമ്മമാരാണ്. ഇവിടെയും കണ്ടൊരു 1% കണ്ട് കുറച്ച് പുരുഷന്മാർ ഇരിപ്പുണ്ട്. ദേവാലയം നിറയെ അമ്മമാരാണ്. എന്തിനു വേണ്ടി അമ്മമാർ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നു? അവർക്ക് വേണ്ടിയാണോ? അല്ല, അവരുടെ തലമുറകൾക്ക് വേണ്ടിയാണ് ഓരോ അമ്മയും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ അത് തലമുറകളുടെ അമ്മയാണ്. വിശുദ്ധ കന്യകമറിയാം അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. തലമുറകളുടെ മാതാവാണ്. കർത്താവിൻ്റെ മാത്രം അമ്മയല്ല. കാൽവറിയിൽ കിടന്നുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്ക് തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തത് യോഹന്നാന് വീട്ടിൽ കൊണ്ട് നോക്കാനല്ല. ഇതാ നിന്റെ അമ്മ എന്ന് പറയുമ്പോൾ പരിശുദ്ധ സഭയുടെ പ്രതിനിധിയായിട്ടാണ് യോഹന്നാൻ അമ്മയെ സ്വീകരിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് യോഹന്നാൻ കാൽവറിയിൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അമ്മയെ വാങ്ങിയത്. അതുകൊണ്ടാണ് അമ്മയെ നമ്മൾ വിട്ടുകളയാത്തത്. ശിഷ്യന്മാർ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തേക്ക് പോയോ അവിടെയെല്ലാം ദേവാലയങ്ങൾ സ്ഥാപിച്ചത് വിശുദ്ധ കന്യകമറിയാമിൻ്റെ നാമത്തിലായിരുന്നു. നിരണം ഉൾപ്പെടെ 7 പള്ളികളും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ കന്യകമറിയാം അമ്മയുടെ നാമത്തിലാണ്. കാരണം ക്രൂശി കിടന്നുകൊണ്ട് കൊടുത്ത സമ്മാനമാണ്. ഇതാ നിന്റെ അമ്മ. ആ അമ്മയെ നമുക്ക് എങ്ങനെ കൈവിട്ട് കളയാനായിട്ട് സാധിക്കും? അപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും ആ അമ്മയുടെ പ്രതീകങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ അമ്മയായിട്ട് മാറാനുള്ള വലിയ പ്രയത്നമാണ് അമ്മമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ഉണ്ടാകേണ്ടത്. ഈ കാലത്തെ പൗരോഹിത്യത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി പരാതിയുണ്ട്. പണ്ടുള്ള അച്ഛന്മാരൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് നല്ല അച്ഛന്മാരായിരുന്നു. ഇപ്പോഴത്തെ അച്ഛന്മാരൊന്നും പോരാ. പണ്ടുള്ള തിരുമേനിമാരൊക്കെ ആയിരുന്നെങ്കിൽ എന്നാ തിരുമേനിമാരായിരുന്നില്ലേ. ഇപ്പോഴത്തെ തിരുമേനിമാരൊന്നും അത്രയും അങ്ങോട്ട് വരുന്നില്ല. ഈ പണ്ടുള്ള അച്ഛന്മാരെല്ലാം പണ്ടത്തെ മാതാപിതാക്കളുടെ മക്കളായിരുന്നു. പണ്ടത്തെ തിരുമേനിമാരെല്ലാം പണ്ടത്തെ മാതാപിതാക്കളുടെ മക്കളായിരുന്നു. ഇപ്പോഴത്തെ അച്ഛന്മാരെല്ലാം ഇപ്പോഴത്തെ നമ്മുടെ മക്കളാണ്. ഇപ്പോഴത്തെ തിരുമേനിമാരെല്ലാം ഇപ്പോഴത്തെ നമ്മുടെ മക്കളാണ്. ഓരോ കാലഘട്ടവും അവരർഹിക്കുന്ന പൗരോഹിത്യത്തെ കൊടുക്കത്തുള്ളൂ. അവരർഹിക്കുന്ന നേതാക്കന്മാരെ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല മക്കളായിട്ട് വളർത്തി കഴിയുമ്പോൾ നല്ല അച്ഛന്മാരെ കിട്ടും. എന്നെപ്പോലെ ഒന്നുള്ള അച്ഛന്മാരെയല്ല, നല്ല അച്ഛന്മാരെ കിട്ടും, നല്ല മേൽപ്പട്ടക്കാരെ കിട്ടും. ഇപ്പോൾ ഈ 7 പേരായിട്ട് വാഴിക്കപ്പെട്ട മേൽപ്പട്ടക്കാരിൽ കുഞ്ഞുനാൾ മുതൽ നമ്മൾ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് അല്ലേ? കൊച്ചുനാൾ മുതൽ നമ്മൾ കണ്ടിട്ടുള്ള എത്ര മേൽപ്പട്ടക്കാരെയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ വാഴിച്ചത്? അവരൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നു. ഈ സഭയിലെ മാതാപിതാക്കളുടെ മടിത്തട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളാണ് നാളെയുടെ പൗരോഹിത്യവും മേൽപ്പെട്ട സ്ഥാനവും. അതിനെ വിമർശിക്കാനോ അതിൽ നിന്ന് ഒഴിവാകാനോ നമുക്ക് യാതൊരു ഗത്യന്തരവും ഇല്ല. കാരണം നാം നമ്മുടെ വീടിൻ്റെ മോന്തായത്തിൽ കയറിയിരുന്ന് നമ്മുടെ വീടിനെതിരെ തന്നെ പുലഭ്യം പറയുന്നവരായി തീരുകയാണ് ആ നിമിഷത്തിൽ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മബലമുള്ളവരാക്കുക. നല്ല പുരോഹിതന്മാർ വരും, അവരിൽ നിന്ന് നല്ല മേൽപ്പട്ടക്കാർ വരും അല്ലേ? അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് സഭ എപ്പോഴും അമ്മ എന്ന വാക്കിന് അതീവ പ്രാധാന്യം നൽകിയിരുന്നു.
അതുകൊണ്ടാണ് സ്ത്രീകളുടെ ശവസംസ്കാരത്തിൽ സഭ പാടുന്നത്. സ്ത്രീകളുടെ ശവസംസ്കാരത്തിൽ 4 ക്രമങ്ങളാണുള്ളത്. പുരുഷന്മാരുടെ ശവസംസ്കാരത്തിൽ 4 ക്രമങ്ങളാണുള്ളത്. സ്ത്രീകളുടെ ശവസംസ്കാരത്തിൽ സഭ പാടുന്നുണ്ട്, വിടതിലിളവില്ലാതോടി നടന്നോളേ കബറതിലേക്കേന്തുന്നപരന്മാർ നാഥ നൽകണമാശ്വാ. ഈ അമ്മയാരാണ്? ഈ മരിച്ചു കിടക്കുന്ന അമ്മയാരാണ്? സഭ പറയുകയാണ്. ആരാ പറയുന്നേ? സഭ പറയുകയാണ്. വീടതിൽ ഇളവില്ലാതെ ഓടി നടന്നവൾ, വീടതിൽ ഇളവില്ലാതെ ഓടി നടന്നവളാണ് ഈ അമ്മ എന്നാരാ പറയുന്നത്? ഈ നാട്ടിലെ വിപ്ലവ പാർട്ടിക്കാരാണോ? പ്രത്യയശാസ്ത്രക്കാരാണോ? വനിതാ വിമോചനക്കാരാണോ? അവരൊന്നും ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ അവരുടെ മതിലിനോ സമരങ്ങൾക്കോ ഒക്കെ നിങ്ങളെ മതി. ഇത് പറയുന്ന ആരാണെന്നറിയാമോ? സഭയാണ്. ഈ അമ്മയുടെ കഷ്ടപ്പാട് കാണുന്നതും ഈ അമ്മയുടെ കണ്ണുനീരിനെ തൂക്കി നോക്കുന്നതും സഭ മാത്രമാണ്. ഈ അമ്മ ഈ വീട്ടിലൂടെ ഇടതടവില്ലാതെ ഓടി നടക്കുകയായിരുന്നു. 10-70 വർഷം കൊണ്ട് ഒരു അമ്മ ഒരു വീട്ടിലൂടെ എത്ര കിലോമീറ്ററാണ് ഓടി നടക്കുന്നത്? ഒരു കാറിന് വെച്ചിരിക്കുന്നത് പോലെ കിലോമീറ്റർ മെഷീൻ വെക്കുകയായിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നു 70,000-80,000 കിലോമീറ്റർ ഒരു അമ്മ തൻ്റെ ജീവിതകാലം കൊണ്ട് ഒരു ഭവനത്തിലൂടെ ഓടി നടക്കും. വീട്ടിൽ ഒരു വിരുന്നുകാർ വന്നാൽ വീടിൻ്റെ ഉമ്മറത്തേക്ക് ഇറങ്ങുന്നതിന് പോലും സമയമില്ല. കാരണം അടുക്കളയിൽ അവർക്ക് എന്തെങ്കിലും വേണ്ടി തയ്യാറാക്കണം. അവളുടെ ഭർത്താവോ അവളുടെ കുഞ്ഞുങ്ങളോ അല്ലാതെ ആരും അവളെ തൊട്ടിട്ടില്ല. സഭ പറയുകയാണ്, വീടതിൽ ഇളവില്ലാതെ ഓടി നടന്ന ഈ അമ്മയെ കബറതിലേക്ക് ഏന്തുന്നു അപരന്മാർ. ഇതുവരെ തൻ്റെ ഭർത്താവോ തൻ്റെ കുഞ്ഞുങ്ങളോ അല്ലാതെ ആരും തൊടാതിരുന്ന ഇവളെ ഇന്നിവൾ മരിച്ച ഈ ദിവസം ഇവളുടെ ശവമഞ്ചത്തിൽ ആദ്യമായി തൊടുന്നു അപരന്മാർ. ഭർത്താവിനും മക്കൾക്ക് മാത്രം അവളെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവളുടെ മൃതശരീരം കാണുന്നതിനായിട്ട് വന്നിരിക്കുന്ന ആരോ ചിലർ ചേർന്ന് അവരുടെ ഭർത്താവിനോടും മക്കളോടുമൊപ്പം അവളുടെ മൃതശരീരവും വഹിച്ചുകൊണ്ട് നീ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അതാണ് അമ്മ. പുരുഷന്മാരുടെ ശവസംസ്കാരത്തിൽ നൽകണം ആശ്വാസം എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്ത്രീകളുടെ ശവസംസ്കാരത്തിലാണ് നൽകണം ആശ്വാസം എന്ന് കൂടുതലായിട്ട് പറയുന്നത്. പുരുഷന്മാരുടെ ശവസംസ്കാരത്തിൽ അത്രയും പറയുന്നില്ല. അതൊക്കെ വലിയ വിഷമമില്ല. മേൽപ്പട്ടക്കാരും പട്ടക്കാരും മരിച്ചു കഴിയുമ്പോൾ 8 ക്രമമാണ്. രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരത്തേക്കിനെ നമുക്കവരെ ഒന്ന് യാത്രയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. 8 ക്രമമാണ്. അതിൽ ഒരിടത്ത് പോലും ഈ 8 ക്രമത്തിൽ ഒരിടത്ത് പോലും നൽകണ ആശ്വാസം എന്ന് പറയുന്നില്ല. അമ്മ മരിക്കുമ്പോൾ മാത്രമേ നൽകണ ആശ്വാസം എന്ന് പറയുന്നുള്ളൂ. അച്ഛന്മാരും എത്ര അച്ഛന്മാരും മരിച്ചു കഴിയുമ്പം പറയുന്നത് സമാധാനത്താലേ പോകാമെന്നാണ്. പൊക്കോ പുഷ്പാശ്ലോമോ എന്നാണ് കൂടുതൽ യാത്രാഭിവാദ്യവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പുരോഹിതനേക്കാൾ, ഒരു മേൽപ്പട്ടക്കാരനേക്കാൾ, ഈ സഭയിലെ ഒരു പുരുഷ വിശ്വാസിയേക്കാൾ അധിക സ്ഥാനം ഈ സഭയെക്കാലവും നൽകിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്കാണ്. സ്ത്രീകളായതുകൊണ്ട് മാത്രമല്ല, അവരുടെ ആത്മീയ ഉത്തരവാദിത്വം അത്രയോ വലുതാണ്. കാരണം അവരിലൂടെയാണ് ഈ സഭയിലെ ഓരോ അംഗവും പഠിച്ചിറങ്ങി പരിശീലിച്ച് പെരുകി വരുന്നത്. വിശ്വാസികളുണ്ടാകുന്നത്, അധ്യാപകരുണ്ടാകുന്നത്, പട്ടക്കാരുണ്ടാകുന്നത്, മേൽപ്പട്ടക്കാരുണ്ടാകുന്നത്, കാതോലിക്ക ബാവ ഉണ്ടാകുന്നത് ഈ അമ്മമാരിലൂടെയാണ്. സഭ അതിനെ അതീവ ഗൗരവമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് ഭവനത്തിലെ വിളക്കായിരിക്കാൻ അമ്മയ്ക്ക് സാധിക്കണം. അതിനൊരു വലിയ വില കൊടുക്കണം. വലിയ സ്ഥാനങ്ങൾക്ക് വലിയ വില കൊടുക്കണം. കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു അമ്മയായി മാറുന്നില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ഒരു അമ്മ ജനിക്കുന്നത്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അമ്മയില്ല. കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മ ജനിക്കുന്നു. നമ്മുടെ നാട്ടിൽ ജനിച്ചു കഴിഞ്ഞാണ് പിന്നെ 1-ാമത്തെ വർഷം 1-ാമത്തെ വയസ്സ്, അല്ലേ? ചൈന പോലെയുള്ള മറ്റ് പൗരസ്ത്യ രാജ്യങ്ങളിൽ കുഞ്ഞ് വയറ്റിൽ ഉരുവാകുന്ന ദിവസം മുതൽ പ്രസവം വരെയുള്ള സമയമാണ് വയസ്സ് 1. ജനിച്ചു കഴിഞ്ഞ് പിന്നെ 2-ാമത്തെ വയസ്സാണ്. അപ്പോൾ പൗരസ്ത്യ ദർശനങ്ങളിൽ എന്തുമാത്രം ഈ വയറ്റിലുള്ള കുഞ്ഞിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു. പ്രാർത്ഥിച്ച് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം.
നോമ്പെടുത്ത് കുഞ്ഞുങ്ങൾ ജനിക്കണം. പ്രാർത്ഥന പോലെ സൂക്ഷിക്കാൻ ദൈവം നമ്മുടെ കൈവശം തന്നിരിക്കുന്ന മഹാനിധികളാണവർ. അതുകൊണ്ടത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അമ്മയാകുന്ന ആ അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന ഭൂമിയാണ് കുഞ്ഞുങ്ങൾ. അമ്മ എന്താണ്? അമ്മ അച്ചുതണ്ടാണ്. അമ്മയ്ക്ക് ചുറ്റും കുഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കും. ചില കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ പറയത്തില്ലേ, അവനൊരു നാണം കുടുങ്ങിയാണ്, അവളൊരു നാണം കുടുങ്ങിയാണ്, എപ്പോഴും അമ്മയുടെ സാരിത്തുമ്പിന് ചുറ്റും പിടിച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കുറച്ച് കാലേ ഉള്ളൂ കറങ്ങാൻ. പിന്നെ നമ്മൾ എത്ര കറങ്ങിയാലും അവനെയും കിട്ടത്തില്ല, അവളെയും കിട്ടത്തില്ല, അവരൊക്കെ ദൂരേക്ക് പോകും. അപ്പോൾ ഈ കറങ്ങുന്ന സമയം വളരെ നല്ല അനുഭവങ്ങളെ നൽകാനായിട്ട് സാധിക്കണം. പിടിച്ച് കറങ്ങാൻ നമ്മളൊരു സാരിത്തുമ്പ് കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളത് അമ്മയുടെ ഭാഗ്യമാണ് അല്ലേ. പണ്ട് കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പിടിക്കാൻ ഒരു സാരിത്തുമ്പുണ്ടായിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം അവർക്ക് പിടിക്കാൻ ഒരു തുമ്പില്ല എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ വസ്ത്രധാരണ രീതികളിൽ നിന്നും നമ്മുടെ കുഞ്ഞിന് അമ്മയുടെ അടുത്ത് വന്നാൽ അവരെവിടെയൊന്ന് പിടിക്കും. പണ്ടാണെങ്കിൽ നമുക്കൊരു സാരിത്തുമ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിനു മുമ്പ് എന്തുണ്ടായിരുന്നു? അതിനു മുമ്പ് നമുക്കൊരു അടുക്കുണ്ടായിരുന്നു അല്ലേ, അടുക്കിട്ടെ അമ്മമാർ അല്ലേ. അങ്ങനെ ഒരമ്മ പോലും ഞാനിവിടെ അവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. അത് കൈമുത്തേണ്ട കൈയാണ് അല്ലേ. അടുക്കിട്ടെ അമ്മച്ചിമാരെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. എങ്ങനെയാണ് പണ്ട് അമ്മച്ചിമാർ അടുക്കിട്ടുകൊണ്ടിരുന്നത്? 25 അടുക്കിടുന്ന അമ്മച്ചിമാരുണ്ട്, 50 അടുക്കിടുന്ന അമ്മച്ചിമാരുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പള്ളിയിൽ 7 മണിക്ക് കുർബാന ആരംഭിക്കുമെങ്കിൽ കുർബാന കൊള്ളാനൊക്കെ പോകുന്നു. അന്ന് എല്ലാ ഞായറാഴ്ച അവർ കുർബാന കൊള്ളുന്നില്ല, പക്ഷെ കൊള്ളുന്നത് അതൊരു കൊള്ളിച്ചയാണ്. ഒരു കുർബാനയൊക്കെ ഒന്ന് കൊള്ളുന്നെങ്കിൽ വെള്ളിയാഴ്ച മുതൽ പിന്നെ വീട്ടിൽ നമുക്ക് ആ പ്രദേശത്തെങ്ങും അടുക്കാനായിട്ട് സാധിക്കത്തില്ല. അവിടെ മത്സ്യമില്ല, മാംസമില്ല, ഒന്നുമില്ല. അപ്പോൾ അന്ന് രാവിലെ തന്നെ ഈ തുണിയെല്ലാം എടുത്ത് അടുക്കി വെച്ച് 5:30 കഴിയുമ്പോൾ തന്നെ അടുക്കല്ല ഇടാൻ തുടങ്ങും. ഏതെങ്കിലും എടുത്ത് ഇട്ടുകൊണ്ട് പോകുന്ന രീതിയല്ല, ഇട്ടതും ഇടാത്തതും. ഇത് അടുക്ക് 1 ഇടും, 2 ഇടും, 25 ഇടും, 50 ഇടുന്നവരുണ്ട്. അവരവരുടെ കലാവിരുദ്ധനുസരിച്ചാണ്. പിന്നെ ഇതെല്ലാം ഇട്ടതിന് ശേഷം കട്ടിലിലേക്ക് ഒന്ന് ഇരിക്കും, ഇരുന്നതിന് ശേഷം ഒന്ന് എഴുന്നേക്കും. അപ്പോഴാണ് അത് അടുക്കായിട്ട് മാറുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്കൊരു അടുക്കുണ്ടായിരുന്നു, നമുക്ക് ഒരു തുമ്പുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഒരു അടുക്കില്ല, ഇന്ന് നമുക്ക് ഒരു തുമ്പില്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറയാം, ഞങ്ങൾ ജോലി ചെയ്യുന്നു വെച്ചാൽ ഞങ്ങൾക്ക് തിരക്കുകളുണ്ട്, ഇതെല്ലാം കൂടെ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ പെട്ടെന്ന് അടിച്ചെടുക്കാം. 25 കിലോമീറ്റർ വരുന്ന സാരിയും അത്രത്തോളം ദൂരം വരുന്ന ഈ കോടിമുണ്ടും എല്ലാം അലക്കാൻ ഇന്ന് ആർക്കാണ് നേരം? ശരിയാണ്, ഇന്ന് അലക്കാൻ ആർക്കും നേരമില്ല. പക്ഷേ നിങ്ങൾ എന്തു വസ്ത്രവും ധരിച്ചു കൊള്ളൂ, ഭവനത്തിൽ ധരിക്കാവുന്നത്. പക്ഷേ നിങ്ങളുടെ ഹൃദയം കൊണ്ടെങ്കിലും ഒരു തുമ്പ് നിങ്ങളുടെ കുഞ്ഞിന് നേരെ നീട്ടിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആന്തരികമായി ഒരു കൈനീട്ടൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ കാലത്തെ പ്രധാനമായ ചോദ്യം. കുഞ്ഞ് വന്ന് പറയുകയാണ്, അമ്മേ ഞാൻ 4 വിഷയത്തിന് തോറ്റുപോയി, ഒരുത്തൻ എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നു. ആ സമയത്ത് അങ്ങനത്തെ പ്രതിസന്ധികൾ നിങ്ങളുടെ കുഞ്ഞ് നിൽക്കുമ്പോൾ എന്തു വചനമാണ് അവന് കൊടുക്കാൻ ഒരു മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ നിങ്ങളുടെ നാവിന്മേലുള്ളത്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികളുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ ഒരു സാന്ത്വനമാണോ, ഒരു വചനമാണോ, ഒരു ശാപമാണോ, അതോ നിരാശാഭരിതമായ കെട്ട ഒരു വാക്കാണോ നിങ്ങളുടെ നാക്കിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് അവൻ്റെയും അവളുടെയും ഭാവിയെ വളരെ രൂപീകരിക്കുന്ന ഘടകമാണ്. മോനെ സാരമില്ല, നമുക്ക് എഴുതാം. ഇതൊക്കെ ഇങ്ങനെയാണ്. ഞാനും തോറ്റതാണ് അല്ലേ, ഞാൻ നീ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തോറ്റതാണ് അല്ലേ. നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ, ദൈവമേ എനിക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയ അതേ മാർക്ക് തന്നെ എൻ്റെ മോക്കും കിട്ടണേ, എൻ്റെ മോനും കിട്ടണേ? അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് 10ൽ കിട്ടിയതിൽ കൂടുതൽ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. അത്രത്തോളം ഒന്നും അവൻ പോകത്തില്ല, അത് വളരെ ഉറപ്പാണ്. പ്രത്യാശ നിർഭരമായ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അമ്മയൊരു വലിയ അച്ചുതണ്ടാണ്, ആക്സിലാണ്. അമ്മയാകുന്ന അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന ഭൂമിയാണ് കുഞ്ഞുങ്ങൾ. ആക്സിൽ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞ് എവിടേക്കോ തെറിച്ചു പോകും. ഭ്രമണപഥത്തിൽ നിന്ന് ദൂരേക്ക് തെറിച്ചു പോകുന്ന ശൂന്യഗ്രഹം പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭ്രമണപഥമില്ലാതെ എവിടെയോ തെറിച്ചു പോകും. ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയുടെ നടുക്ക് ചില ലോറിയൊക്കെ കിടക്കുന്ന നമുക്ക് കാണാം. ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ ഹൈവേയുടെ നടുക്ക് ലോറി കിടക്കുന്ന കാണാം, ചരക്ക് ലോറി. എന്ത് പറ്റിയെന്ന് ചോദിക്കേണ്ട, അതിനൊറ്റ ഉത്തരവുള്ളൂ, ആക്സിൽ ഒടിഞ്ഞു പോയതാണ്. ആക്സിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോറി അങ്ങോട്ടും മാറില്ല ഇങ്ങോട്ടും മാറില്ല. ബ്രേക്ക് പൊട്ടിയാൽ നമുക്ക് ഉരച്ച് നിർത്താം,
പഞ്ചറായാൽ നിരക്കി നിർത്താം, പക്ഷേ ആക്സിലൊടിഞ്ഞാൽ കിടന്നിടത്ത് കിടക്കുകയുള്ളൂ. അമ്മ ആക്സിലാണ്, അമ്മ അച്ചുതണ്ടാണ്. അച്ചുതണ്ട് ഒടിയരുത്. ഒടിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് പോകാനാവാത്ത വിധം അവനെയും അവളെയും അതവിടെ നിർത്തിക്കളയും. ഈ സഭയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ വിശുദ്ധ കന്യക മർത്തമറിയാം അമ്മയുടെ ആ ഒരു വലിയ ശക്തി അതാണ്. എത്രയോ സഭകൾ ഉണ്ടാകുന്നു, കൊഴിഞ്ഞു പോകുന്നു, ഇല്ലാതായി പോകുന്നു. പക്ഷേ ഒരു വലിയ സംഗീത നഗരം പോലെ ഈ പരിശുദ്ധ സഭയെ സംരക്ഷിച്ച് മാതാവിൻ്റെ മധ്യസ്ഥത നമ്മളെ വലയം ചെയ്ത് നിൽക്കുകയാണ്. AD 4-ാം നൂറ്റാണ്ട് മുതൽ ഈ സഭയിൽ വിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥത ഉണ്ടായിരുന്നു. AD 4-ാം നൂറ്റാണ്ട് മുതൽ. കുറെ കൂടി ഞാനങ്ങ് തെളിച്ച് പറയാം. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ, ഈസ്റ്റർ പെരുന്നാൾ, നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ലോകമാസകലം വ്യാപകമായി ആചരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഈ സഭയിൽ ആചരിച്ചിരുന്നു, ഈ പാരമ്പര്യത്തിൽ ആചരിച്ചിരുന്നു. പിന്നീട് കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ സമയമാകുമ്പോഴാണ് കൽപ്പന പ്രകാരം ലോകമെങ്ങും ഈസ്റ്റർ പെരുന്നാളിൻ്റെ ആചരണം തുടങ്ങുന്നത്. AD 4-ാം നൂറ്റാണ്ട് മുതൽ ഗെത്സമനിൻ തോട്ടത്തിന് ചുറ്റും ആ പ്രദേശങ്ങളിൽ യെരുശലേമിലെല്ലാം ആദിമസഭയിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഇന്നലെ എന്നോ ഏതെങ്കിലും മെത്രാച്ചനോ കൊച്ചച്ഛനോ കൊണ്ടുപോകുന്ന വിശ്വാസ പരിപാടിയല്ല. ഇത് നാം മനസ്സിലാക്കണം. ഒരമ്മയുടെ വലിയ ഉത്തരവാദിത്വത്തെ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്താണ് ഉത്തരവാദിത്വം? സുവിശേഷത്തെ കൊടുക്കണം. കാനാവിലെ കല്യാണ വീട്ടിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അമ്മയുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് വിശുദ്ധ കന്യക മറിയം നിർവഹിക്കുന്നുണ്ട്. എന്താണത്? ഒരു പ്രസംഗം നടത്തി 1.5 മണിക്കൂർ പ്രസംഗമാണോ? 10,000 കൂടിയ പ്രസംഗമാണോ? ഒറ്റവരി പ്രസംഗമാണ്. എന്താണത്? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് അത്രയും മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. എൻ്റെ കർത്താവ് പറയുന്നത് പോലെ മോനെ മോളെ നീ ചെയ്യണം. കർത്താവിൻ്റെ സുവിശേഷത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ പേരാണ് മാതൃത്വം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ഒരമ്മ ജനിക്കുന്നത്. ശമരിയ പട്ടണത്തിൽ മഞ്ഞിനും മഴയ്ക്കും വേണ്ടി ഏലിയാവ് കാത്തിരിക്കുകയാണ്. തൻ്റെ ബാല്യക്കാരനെ അയക്കുന്നുണ്ട് അനേക പ്രാവശ്യം. ഓരോ പ്രാവശ്യവും നോക്കിയിട്ട് അവൻ വന്നിട്ട് പറയും, അവിടെയൊന്നും കാണുന്നില്ല, അവിടെയൊന്നും കാണുന്നില്ല. അല്ലേ? നമ്മൾ ഒരു എത്ര ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു. ഇന്ന് എന്നാണ് അച്ഛൻ പ്രസംഗിച്ചു? അച്ഛൻ എന്തൊക്കെയോ പ്രസംഗിച്ചു. ഇന്ന് എന്തായിരുന്നു പ്രാർത്ഥന യോഗത്തിൽ? അവിടെ എന്തൊക്കെയോ നടന്നു. 7 പ്രാവശ്യം ബാല്യക്കാരൻ പോവുകയാണ്. 6-ാമത്തെ പ്രാവശ്യവും പോയിട്ട് വന്നിട്ട് തിരികെ വന്നപ്പോൾ എലിയാവ് ചോദിച്ചു, നീ എന്ത് കാണുന്നു? 6-ാം പ്രാവശ്യവും പോയിട്ട് വന്നിട്ട് ബാല്യക്കാരൻ പറയുകയാണ്, ഞാനൊന്നും കാണുന്നില്ല. നമ്മുടെ ഈ പോക്കുകളൊക്കെ ഈ ഉത്തരത്തിന് വേണ്ടിയാണോ? ഈ ഉത്തരം പറയാനാണോ നമ്മൾ ഈ പോക്കെല്ലാം പോകുന്നത്? 7-ാം പ്രാവശ്യവും ബാല്യക്കാരനെ എലിയാവ് ശക്തിപ്പെടുത്തുകയാണ്. നീ ഒന്നുകൂടെ പോകണം, നീ ഒന്നുകൂടെ നോക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ വരവും അങ്ങനെയുള്ളൊരു വരവും അങ്ങനെയുള്ളൊരു നോട്ടവുമായിരിക്കണം. ബാല്യക്കാരൻ ചെന്ന് 7-ാം പ്രാവശ്യവും നോക്കി. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചിന്ത. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ ബിഹോൾഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടാലും നോക്കൂ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മഴമേഘം പൊങ്ങുന്നത് ഞാൻ കാണുന്നു. നമ്മുടെ ഈ പ്രാർത്ഥന യോഗത്തിലെ വരവിലൂടെ നമ്മൾ അതാണ് കാണേണ്ടത്. അതിൻ്റെ ജീവിതത്തിൻ്റെ നിരാശാഭരിതമായ ഇടങ്ങളിൽ, ഇരുട്ടുമേഖലകളിൽ ഇതാ ഒരു വെളിച്ചം, ഒരു മനുഷ്യൻ്റെ കൈ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ഉയരുന്നത് ഞാൻ കാണുന്നു. ഐ ക്യാൻ സീ, ഞാൻ കാണുന്നു. അപ്പോൾ ഏലിയാവ് പറയുകയാണ്, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക. ബാല്യക്കാരനോട് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻ മഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിലെത്തും വരെ ആഹാബിന്
മുമ്പായിട്ട് ഓടി. ആഹാബിന് മുമ്പായിട്ട് ഓടാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ വിഗ്രഹങ്ങൾക്കും, എല്ലാ തിന്മകൾക്കും, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ബാധിച്ചിരിക്കുന്ന എല്ലാ കന്നന്തിരിവുകൾക്കും, എല്ലാ ആത്മീയ മാന്ദ്യങ്ങൾക്കും, എല്ലാ ദൈവമില്ലായ്മയ്ക്കും, എല്ലാ യാന്ത്രിക ജീവിതങ്ങൾക്കും എതിരെ അരമുറുക്കിയും കൊണ്ട് മുന്നോട്ടോടാനുള്ള ശക്തിയാണ് ഈ ദേവാലയത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചുകൊണ്ട് പോകേണ്ടത്. അതാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ പ്രധാന പ്രാർത്ഥനാ വിഷയവും അത് തന്നെയായിരിക്കണം. ഇതാ ഒരു മനുഷ്യൻ്റെ കൈ പോലെ കടലിൽ നിന്ന് ഒരു മേഘം പൊങ്ങുന്നത് ഞാൻ കാണുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 44-ാം വാക്യം. ആ മേഘം ഒരു നല്ല മഴയായി നമ്മുടെ ജീവിതത്തിൽ പെയ്തിറങ്ങുവാനും നാം നമ്മുടെ കുടുംബവും തലമുറകളും അനുഗ്രഹീത വംശമായി ഈ സമൂഹമധ്യേ നിലനിൽക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യമുള്ള ഈ അവസരത്തിന് ദൈവസന്നിധിയിൽ നന്ദി പറയുകയും അച്ഛന്മാരോടുള്ള സ്നേഹവും ആദരവും പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ബലഹീനനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക.